أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف رسول الله سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد. സഹോദരന്മാരെ, നമ്മൾ സഹീഹായ ഹദീസ് ഏത്, സഹീഹല്ലാത്ത ഹദീസുകൾ ഏത്, ദഈഫായ ഹദീസ് ഏത് എന്നതിനെ കുറിച്ചുള്ള വിശദീകരണത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, മഷ്ഹൂറ ഹദീസിനെ കുറിച്ചിട്ടുള്ള സനദിന്റെ അന്വേഷണം ആവശ്യമേ ഇല്ല. അത് കാഫറുകൾ പോലും, മുർത്തദീകൾ പോലും, ഫാസിക്കുകൾ ആരാണെങ്കിൽ പോലും അത് ഉദ്ധരിച്ചാൽ നമുക്കത് സ്വീകരിക്കാം. കാരണം അത്രമാത്രം വിവിധ മാർഗങ്ങളിലൂടെ അത് വന്നിട്ട് എല്ലാവർക്കും അത് അറിയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആർക്കും നിഷേധിക്കാൻ സാധിക്കാത്ത വിധം സ്ഥിരപ്പെട്ട ഒരു കാര്യത്തിന്റെ സനത് അന്വേഷിക്കേണ്ട കാര്യമില്ല. അപ്പൊ മുത്തവാത്തിറിനെ കുറിച്ചുള്ള ചർച്ച നമ്മൾ ഇസ്നാദിന്റെ ചർച്ചയിൽ വരില്ല. ചർച്ചയിൽ വരുന്നത് ഈ മുത്തവാത്തിറിന്റെ നേരെ ഓപ്പോസിറ്റിലുള്ള ആഹാദ് എന്ന് പറയുന്നതായ മൂന്ന് തരം ഹദീസുകളാണ് നമ്മൾ പറഞ്ഞത്. ആഹാദ് എന്ന് പറഞ്ഞാൽ കളവിന്റെ മേൽ അതായത് മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയ ആളുകളൊക്കെ ഉണ്ടായിരിക്കും. മുത്തവാത്തിർ ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. കളവിന്റെ മേൽ ഏകോപിക്കാൻ സാധ്യതയില്ലാത്ത അത്ര കൂടുതൽ ആളുകൾ ഉദ്ധരിച്ച ഒരു ഹദീസ്. ആ ഹദീസ് എന്തായിരിക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവസാനം ആ ഹദീസിൽ പരാമർശിക്കുന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്നത് ഞാൻ കണ്ടു, അല്ലെങ്കിൽ പറയുന്നത് ഞാൻ കണ്ടു, അല്ലെങ്കിൽ പറയുന്നത് ഞാൻ കേട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നമ്മുടെ ഹിസ്സിലേക്ക് മടങ്ങുന്നതായിരിക്കണം. എന്ന് പറഞ്ഞാൽ കണ്ടു, കേട്ടു, മണത്തു, രുചിച്ചു, തൊട്ടു എന്നൊക്കെ പറഞ്ഞ 5 പഞ്ചേന്ദ്രിയങ്ങളുണ്ടല്ലോ, പഞ്ചേന്ദ്രങ്ങളിലേക്ക് മടങ്ങുന്ന വിഷയമായിരിക്കണം അതിൽ പറയേണ്ടത്. അതുപോലെ തന്നെ അത് തുടക്കം മുതൽ അത് ആ സംഭവത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ എല്ലാ കണ്ണികളിലും ഈ ഇത്രയും കൂടുതൽ ആളുകൾ വേണം. കളവിന്റെ മേൽ ഏകോപിക്കാൻ സാധ്യതയില്ലാത്ത അത്ര ആളുകൾ എല്ലാ കണ്ണിയിലും വേണം. അങ്ങനെയൊക്കെ സ്ഥിരപ്പെട്ടതായിരിക്കും ഹദീസ്. അതാണ് നമ്മൾ വിശദീകരണം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് മുത്തവാത്തിർ. അപ്പോ ഈ മുത്തവാത്തിർ അല്ലാത്ത, അതൊക്കെ നമ്മളത് പറഞ്ഞു, പിന്നെ മുത്തവാത്തിർ അല്ലാത്തതായിരിക്കുന്ന ഹദീസുകൾ ആഹാദാണ് എന്ന് പറഞ്ഞു. അതൊരു പക്ഷെ എന്തായിരിക്കും, ഒരു കണ്ണിയിൽ ഏറ്റവും ചുരുങ്ങിയത് 3 പേരുള്ള ഹദീസിനേക്കാണ് ഒരു ശ്രേണിയിൽ 3 പേര് മാത്രമായിരിക്കും ആ ഹദീസ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് തുടക്കത്തിലാണെങ്കിലും അവസാനത്തിലാണെങ്കിലും. എന്നാൽ ആ ഹദീസ് മഷ്ഹൂർ ഹദീസ് എന്ന് പറയും. ഇനി ഏതെങ്കിലും ഒരു കണ്ണിയിൽ ഏറ്റവും ചുരുങ്ങിയത് 2 പേരായി പോയിട്ടുണ്ട് എങ്കിൽ ആ ഹദീസിനെ കുറിച്ച് അസീസ് എന്നൊക്കെ പറയും. ഏതെങ്കിലും ഒരു കണ്ണിയിൽ ഇനി പിന്നെ ഒരാളായിട്ടുണ്ടെങ്കിൽ ആ ഹദീസിനെ കുറിച്ച് ഗരീബ് എന്ന് പറയും. അപ്പൊ മഷ്ഹൂർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഏതെങ്കിലും ഒരു കണ്ണിയിൽ 3, അല്ലെങ്കിൽ ഫുള്ളായിട്ട് 3, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ണിയിൽ 3, ബാക്കിയുള്ളവർക്ക് 30, 300, 3000 പ്രശ്നമല്ല. ഏതെങ്കിലും കണ്ണിയിൽ 3 ആയി പോയാൽ ആ ഹദീസിനെ കുറിച്ചുകൊണ്ട് നമ്മൾ മഷ്ഹൂർ എന്ന് പറയും. അങ്ങനെ മഷ്ഹൂർ ഹദീസോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ണിയിൽ, ഈ പറഞ്ഞതിന് ബാധക 2 ആളെ പോകുന്നത്, എല്ലാ കണ്ണികളിലും ഈ രണ്ട് വിധം ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് എങ്കിലും, അല്ലെങ്കിൽ ഒരു കണ്ണിയിൽ മാത്രം 2 ആളെ പെട്ടെങ്കിലും എങ്കിലും ആ ഹദീസ് എന്താകുന്നു, അസീസായ ഹദീസ് ആകുന്നു. ബുഖാരി ഇമാമിന് അങ്ങനെ നിബന്ധന ഉണ്ട്, എല്ലാ ഹദീസുകളും അസീസ് ആവണം നിബന്ധന ഉണ്ട് എന്ന് പറഞ്ഞതിനെ പറ്റി നമ്മൾ ചർച്ച കഴിഞ്ഞു. അത് ശരിയല്ല, അദ്ദേഹത്തിന് അങ്ങനെ നിബന്ധന വെച്ചിട്ടില്ല എന്ന് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞതാണ്. അതുപോലെ പിന്നെ ഒരു കണ്ണിയിൽ ഒരാളായി മാത്രമായി പോയതും, അത് ബാക്കിയുള്ള കണ്ണിയിലും ഒരാളാവാം, അല്ലെങ്കിൽ ബാക്കിയുള്ള കണ്ണിയിൽ ഒന്നിലധികം എത്രയും ആളാവാം. പക്ഷെ ഒരു കണ്ണിയിൽ ഒരാളായി പോയാൽ തന്നെ ഹദീസിനെ കുറിച്ച് നമ്മൾ അഹാദ് എന്ന് പറയും. ഈ 3 തരം അഹാദുകളും അഹാദ് എന്ന് പറഞ്ഞിൽപ്പെടും. മഷ്ഹൂർ, അസീസ്, ഗരീബ്, ഇത് 3 എതിർപ്പെടുന്നതാണ് പിന്നെ ഈ അഹാദ് എന്ന് പറയുന്ന ഹദീസിൽ പറഞ്ഞു. ഈ അഹാദിനെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. അത് എന്താവും, അതിന് പിന്നെ ഈ പല ആളുകളും വരാൻ സാധ്യതകളുണ്ട്. ഈ 3 അല്ലെങ്കിൽ 3, 2, 1 ഇങ്ങനെ അതാണ് ഏറ്റവും ചുരുങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലെ റാവികളെ കുറിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണ്. റാവികൾക്ക് ഉത്തമ ഗുണമുണ്ടെങ്കിൽ സ്വീകരിക്കും, ഇല്ലെങ്കിൽ സ്വീകരിക്കും. ഞാനിവിടെ കൊടുത്ത ഇമേജ് നിങ്ങൾ സൂം ചെയ്ത് ശ്രദ്ധിക്കുക. അവിടെ നിന്ന് തുടങ്ങാണ് നമ്മൾ. ഖബറുൽ അഹാദി എന്താണ്? അഹാദ ഖബർ എന്ന് പറഞ്ഞ് ഖബറുൽ അഹാദി ബിനഖ്ലി അദിലിൻ താമിൽ നിർത്തി. ഈ കിതാബ് നമ്മൾ ഇപ്പം പറയുന്ന കിതാബ് നുസ്ഹത്തുൻ നദർ ഫീ തൗദീഹി നുഖ്ബത്തുൽ ഫിക്ർ എന്ന് പറയുന്ന ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബാണ് നമ്മളിപ്പോൾ ഇവിടെ ഇമേജ് ചെയ്തിട്ട് നമ്മൾ അർത്ഥം വെക്കുന്നത്. ഖബറുൽ അഹാദി അഹാദായിരിക്കുന്ന ഖബർ, അഹാദ് ഖബർ മനസ്സിലായി. ബിനഖ്ലി അദിലിൻ താമിൽ ളബ്തി മുത്തസില സനദി ഗൈറ മുഅല്ലലിൻ വലാ ഷാദിൻ ഹുവ സഹീഹു ലിദാതിഹി. ഇതാണ് وهذا أول تقسيم مقبول إلى 4 أنواع لأنه إما أن يشتمل من صفات القبول على علاها أو لا. അതായത് ഈ നിബന്ധനകൾ അടങ്ങിയതായിരിക്കുന്ന അഹാദ് യാ ഖബറാവുന്നു സഹീഹ ഹദീസ്. ഏത് നിബന്ധന? ബിനഖ്ലി അദിലിൻ, അതിലായിരിക്കുന്ന ഒരാൾ ഉദ്ധരിക്കുന്നത് കൊണ്ട്. അതിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്ന് വിശദീകരിക്കും. 5 നിബന്ധനയാണ് ഒരു ഹദീസ് സഹീഹാവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 5 നിബന്ധനകളും നമ്മൾ ഓരോന്നായിട്ട് വിശദീകരിക്കും. അത് ശരിക്കും മനസ്സിലാക്കിയിരിക്കുകയും വേണം. ബിനഖ്ലി അദിലിൻ താമിൽ ളബ്തി, പൂർണ്ണമായും കൃത്യതയുള്ള, ജീവിത വിശുദ്ധിയുള്ള, നീതിമാനായിരിക്കുന്ന ആൾ ഉദ്ധരിച്ച ഹദീസ്. മുത്തസില സനദി, കണ്ണി മുറിഞ്ഞു പോവാത്ത,
കണ്ണി എവിടെയെങ്കിലും തുടക്കത്തിലോ മധ്യത്തിലോ അവസാനത്തിലോ എവിടെയും ഒരു റാവി പോലും നഷ്ടപ്പെടാത്ത രീതിയിൽ അതിന്റെ പരമ്പര മുഴുവൻ ചേർന്നുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഓരോ ഹദീസ് നിവേദകന്മാരും തന്റെ ഉസ്താദും നേരിട്ട് കേട്ട് അത് ആ കേട്ടത് കൃത്യമായ രീതിയിൽ ഹൃദയത്തിൽ അത് മനഃപ്പാടമാക്കി വെച്ച് അത് കേൾക്കുമ്പോഴും കൃത്യമായ രീതിയിൽ മനഃപ്പാടമാക്കി സഹിഹാക്കി അവിടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. എന്നിട്ട് അത് പറഞ്ഞു കൊടുക്കുമ്പോഴും അതേ രൂപത്തിൽ തന്നെ ഒരു വ്യത്യാസം പോലും ഇല്ലാതെ അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന അതാണ് താമസത്ത്. അത് എല്ലാ നിവേദകന്മാരും തന്റെ ശേഖിൽ നിന്ന് നേരിട്ട് കേട്ടതാണ്. മുത്തസില സനദ് ഒരിക്കലും ഒരു വാസിത മകനെ നേരെ തന്റെ ശേഖിൽ നിന്ന് കേട്ടതാണ്. ആ ഹദീസിൽ പറഞ്ഞ ആ ഹദീസ് ഉണ്ടാകാൻ പാടില്ല, എന്തെങ്കിലും ന്യൂനതകളെ കൊണ്ട് അവ്യക്തമാകാതിരിക്കുന്ന വളരെ ഈ വിഷയത്തിൽ ഹദീസ് നിദാന ശാസ്ത്രത്തിൽ വളരെ വൈദഗ്ധ്യം നേടിയതായിരിക്കുന്ന ആളുകളുടെ ദൃഷ്ടിയിലൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നതിനാണ് ഇല്ലത്ത് എന്ന് പറയാം. ബാഹ്യം നോക്കിയാൽ അത് കാണില്ല, പക്ഷേ അതിൽ അവരെന്ത് ചെയ്യും, ഇത്തരം ഇല്ലത്തുകളൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നേരിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർക്കപ്പെടേണ്ട ഒരു ഹദീസിനെ സഹാബിയിലേക്ക് ചേർത്ത് പറയുക, അതായത് മുത്തസിലിനെ മുർസലാക്കുക, അല്ലെങ്കിൽ സഹാബിയിലേക്ക് ചേർത്ത് പറഞ്ഞതിനെ റസൂലിലേക്ക് ചേർത്ത് പറയാം, മൗഖൂഫിനെ മർഫൂആക്കുക തുടങ്ങിയതായിട്ട് അതൊക്കെ ഇല്ലത്തുകളാണ്, അതൊക്കെ ന്യൂനതകളാണ്. അങ്ങനെ ഒരു അപാകതയില്ലാത്ത ഇല്ലത്തില്ലാത്ത വലാ ഷാദി. ഷാദി എന്ന് പറഞ്ഞാൽ അതിന്റെ നേരമർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, അതായത് ബഹുഭൂരിപക്ഷം യോഗ്യവാന്മാരായിരിക്കുന്ന നിവേദകന്മാർ ഉദ്ധരിച്ച ഹദീസിനോട് വിരുദ്ധമാവാതെ ഉദ്ധരിക്കുക. ഈ 4-5 നിബന്ധനകൾ മേളിച്ച ഹദീസിലേക്കാണ് സഹീഹായ ഹദീസ് എന്ന് പറയുന്നത്. ഈമാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതെന്ത് വേണം? ഈമാൻ എന്ന് പറയുന്നത് മുസ്ലിം ആയിരിക്കണം. അപ്പോ ഏതെങ്കിലും യഹൂദിയോ ഉദ്ധരിച്ച ഹദീസ് അല്ലെങ്കിൽ നസ്രാനി ഉദ്ധരിച്ച ഹദീസ് ഇതൊന്നും സ്വീകാര്യമല്ല. അദിൽ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ വിശദീകരിക്കുമ്പോൾ ആ വിഷയങ്ങൾ നമ്മൾ പറയും. അപ്പോ അതിലായ പാമുള്ളതായ കൃത്യതയോടെ രേഖപ്പെടുത്തി വെച്ചത് കിതാബാണ് രേഖപ്പെടുത്തി വെച്ചത്, ഹൃദയത്തിൽ സൂക്ഷിച്ച് കൃത്യതയോടെ സൂക്ഷിച്ചു ഹൃദയത്തിൽ മനഃപ്പാടമാക്കിയതായിരിക്കുന്ന രീതി ഉദ്ധരിച്ചത്. അത് സനദ് കണ്ണി മുറിയാതെ നിവേദക പരമ്പര മുറിയാതെ റിപ്പോർട്ട് ചെയ്തത്, അതിൽ ന്യൂനതകളൊന്നും ഇല്ലാത്തത്. അതുപോലെ തന്നെ ബഹുഭൂരിപക്ഷം യോഗ്യവാന്മാരായിരിക്കുന്ന നിവേദകന്മാർ ഉദ്ധരിച്ച ഹദീസിന്റെ ആശയത്തിനോട് എതിരായിട്ട് ഉദ്ധരിക്കാത്ത ഹദീസുകൾ, ഇങ്ങനെ 5 നിബന്ധനകൾ ഓർമ്മിച്ചുകൂടിയതായിരിക്കുന്ന ഹദീസിനാണ് ഹദീസുൻ സഹീഹുൻ എന്ന് പറയുന്നത്. അതായത് ഖബറുൽ അഹാദിയായ 3 ഇനങ്ങളും ഉൾപ്പെടുന്നതായ അഹാദ ഖബർ, അത് നഖലിൻ ആദിലിൻ എന്ന് പറഞ്ഞല്ലോ. ആദിൽ എന്ന് വെച്ചാൽ സിഖത്ത് എന്നാണ് അറബിയിൽ പറയുന്നത്. അതിൽ നമ്മൾ കിതാബിൽ ഇത്തരം കിതാബുകളെ സിഖത്ത് എന്നാണ് കാണുന്നത്. സിഖത്തിന്റെ റിവായത്ത് കൊണ്ട് യോഗ്യവാനായ വിശ്വസ്തനായിരിക്കുന്ന ഒരാളുടെ ഉദ്ധരണി കൊണ്ട് ഉദ്ധരിച്ചത്, ആ റിവായത്ത് മുഖേനുള്ള അഹാദ്. അപ്പൊ ഇത് നോക്കുമ്പോൾ അതിൽ നീതിമാനാവണം എന്ന് പറയുമ്പോൾ ആരൊക്കെ പുറത്തു പോകും? റഈഫ് ആണെന്ന് അറിയപ്പെട്ട ആൾ പുറത്തു പോകും, അല്ലെങ്കിൽ ആൾ മനസ്സിലാകുന്നില്ല. ഈ റാവിയെ കുറിച്ചുകൊണ്ട് നിരൂപകന്മാരും രേഖപ്പെടുത്തിയിട്ടില്ല അദ്ദേഹം ആരാണ്. അതായത് മജ്ഹൂലായ റാവിയാണ്. മജ്ഹൂലായ റാവി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മജ്ഹൂലുൽ ഐനുമുണ്ട്, മജ്ഹൂലുൽ ഹാലുമുണ്ട്. മജ്ഹൂലുൽ ഐൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൽ നിന്ന് ഒരാൾ മാത്രം ഉദ്ധരിച്ചത്. അദ്ദേഹത്തിൽ നിന്ന് ഈ ഹദീസിനെ 2 പേര് ഉദ്ധരിച്ചിട്ടില്ല, ഒരാൾ മാത്രമേ ഉദ്ധരിച്ചിട്ടുള്ളൂ. അങ്ങനത്തെ റാവിയെ കുറിച്ചുകൊണ്ട് മജ്ഹൂലായ റാവി എന്ന് പറയും. മജ്ഹൂലുൽ ഹാലി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തിൽ നിന്ന് ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിലും ഇദ്ദേഹം വിശ്വാസയോഗ്യനാണ്, സിഖത്താണ് എന്ന് നിരൂപകന്മാരായിരിക്കുന്ന ഹാഫിദുകൾ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അവസ്ഥ നമുക്കറിയാം. അങ്ങനെ ഇദ്ദേഹത്തിന് ഒരുപാട് ആളുകൾ ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അവസ്ഥ, യഥാർത്ഥ അവസ്ഥ എന്നാണ്, ഹദീസ് സഹിയാവാൻ പറ്റുന്നതായ ഗുണങ്ങൾ മേളിച്ച ആളാണോ അല്ലാത്തതാണോ എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ ഉതകുന്ന രീതിയിൽ നിരൂപണങ്ങളും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് മജ്ഹൂലുൽ ഹാലി എന്ന് പറയും. നമ്മൾ എല്ലാത്തിനും ഉദാഹരണങ്ങൾ പറയട്ടോ, എല്ലാത്തിനും ഉദാഹരണങ്ങൾ പറയുന്നത് കൂടുതൽ മനസ്സിലാകും. അപ്പൊ ഇങ്ങനെ മജ്ഹൂലുൽ ഐനോ മജ്ഹൂലുൽ ഹാലോ അതിലെ ദഈഫായിരിക്കുന്ന ആളുകൾ ഉദ്ധരിച്ച ഹദീസൊന്നും സഹീഹല്ല. പിന്നെ അതിൽ ചിലപ്പോൾ അതിൽ റിവായത്തിന് അതിലാണ് പറയുന്നത്. 2 അതിലുണ്ട് കിതാബിലൊക്കെ പറഞ്ഞു. റിവായത്തിന് ഒരു ഹദീസിനെ ഉദ്ധരിക്കുന്നതിൽ മറ്റൊന്നും ഒരു സാക്ഷിയാകൊണ്ട് ഷഹാദത്തിൽ അതിലല്ല ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഇവിടെ പുരുഷന്മാരല്ലാത്ത സ്ത്രീകളും റാവിയായിട്ട് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഉദ്ധരിച്ച സ്ത്രീകൾ, സഹാബി വനിതകൾ മാത്രമല്ല പറയുന്നത്, അവർക്ക് ശേഷം തന്നെ സ്ത്രീകൾ മാത്രം ഉദ്ധരിച്ച ഹദീസ്, അതിനിടയിൽ റാവി സ്ത്രീയായി വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു കിതാബ് തന്നെ ഉണ്ടാക്കി, സ്ത്രീകൾ ഉദ്ധരിച്ച ഹദീസ് എന്ന പേരിൽ കിതാബ് തന്നെ അവർ മഹാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നീതിമാനായതായ വൈഫോ മജ്ഹൂലുൽ ഐനോ മജ്ഹൂലുൽ ഹാലോ അല്ലാത്തതായ പൂർണ്ണമായും കൃത്യതയോടെ രേഖപ്പെടുത്തി വെക്കുന്ന, അല്ലെങ്കിൽ അതായത് ഇത് ഹദീസ് അദ്ദേഹം സ്വീകരിക്കുമ്പോൾ ഒന്നുകിൽ കിതാബിൽ കൃത്യതയോടെ രേഖപ്പെടുത്തി വെക്കുന്ന ആളെ താമസത്തിന് എത്താൻ പറയുന്നത് കേട്ടോ. ഹദീസ് തന്റെ ശേഷം കേൾക്കുമ്പോൾ ഒരു അക്ഷരം വിട്ടുപോവാതെ കൃത്യതയോടെ തന്റെ കിതാബിൽ എഴുതി വെച്ചുകൊണ്ട് അത് പകർന്നു കൊടുക്കുന്നത് വരെ കൃത്യതയോടെ സൂക്ഷിക്കുന്ന ആള്. കിതാബിലാണ് അദ്ദേഹം എഴുതി വെച്ചത്, കിതാബിലാണ് അദ്ദേഹം ഹദീസ് ധരിക്കുന്നത്.
ഈ കിതാബ് ഉദ്ധരിക്കുന്നില്ല, അയാൾ കേൾക്കുന്നവർ കേട്ടിട്ടത് ഹൃദയത്തിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ തന്റെ ശേഖ് തന്റെ ഉസ്താദ് ഒരു ഹദീസ് പറഞ്ഞു വരുന്ന സന്ദർഭത്തിൽ വളരെ കൃത്യതയോടെ അത് അത് സഹിയാണെന്ന് മനസ്സിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട് അത് തന്റെ മനസ്സിൽ കൃത്യമായ രീതിയിൽ എന്താണ് സൂക്ഷിച്ചു വെക്കുകയാണ്. ആവശ്യം വരുമ്പോൾ ഇതിനെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്റെ മനസ്സിൽ അതിനെ സൂക്ഷിച്ചു വെക്കുന്നതായ ആളെ ഇങ്ങനെ അതായത് സൂക്ഷിച്ചു വെക്കുകയും അത് തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോൾ അതേ രൂപത്തിൽ ഉദ്ധരിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ആളാണ് താമുദബത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ ആദിലായിരിക്കണം, താമുദബത്തായിരിക്കണം, പൂർണ്ണമായ കൃത്യതയോടെ ഉദ്ധരിക്കുന്ന ആളായിരിക്കണം. അപ്പൊ താമുദബത്താവ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? അപ്പൊ കിതാബ് നാളെ അദ്ദേഹം ഉദ്ധരിക്കുന്നത് രണ്ട് രീതിയിൽ ഉദ്ധരിക്കാറുണ്ട്. മനസ്സിൽ നിന്ന് മനഃപാഠമുള്ളത് ഉദ്ധരിക്കാറുണ്ട്, അതുപോലെ തന്നെ കിതാബിൽ എഴുതി വെച്ച് ഉദ്ധരിക്കാറുണ്ട്. ഇത് രണ്ടിലും കൃത്യത വേണം. അപ്പൊ കൃത്യത വേണമെന്ന നിബന്ധന സഹിഹ ഹദീസിന്റെ ഒരു പ്രധാന ഘടകമാണ്. 5 ഘടകങ്ങളിൽപ്പെട്ട ഒരു പ്രധാന ഘടകമാണ്. നീതിമാനായിരിക്കണം എന്ന് പറഞ്ഞതിൽ ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടി വിശദീകരിക്കാണ്ട് ഞാൻ പറയാം. താമുൽ ലബത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോ എന്തെങ്കിലും ലബത്തിൽ എന്തെങ്കിലും പോരായ്മ വന്നു വെച്ചോളി, കിതാബ് നിന്ന് ഉദ്ധരിച്ചു കൊടുക്കുന്ന ഒരാളാണ്. അപ്പൊ കിതാബ് എന്നാണ് തന്റെ ശിഷ്യന്മാർക്ക് അദ്ദേഹം കൊടുക്കുന്നത്. പക്ഷെ ആ കിതാബിലേക്ക് എന്തെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട്? കിതാബിൽ എഴുതി പകർത്തിയെടുത്ത് ഈ പകർത്തുന്ന വ്യക്തികളിൽ എന്ത് സംഭവിച്ചു? അല്ലെ ഇദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? ഈ അബു എന്നുള്ള ഇബിനായി പോയി. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതെ, അബു ദാവൂദ് അല്ലെങ്കിൽ അബി അൽക്കമ എന്ന് പറഞ്ഞാൽ ഇബിന് അൽക്കമ എന്ന് എഴുതി പോയാൽ പാപ്പ മകനായി തീരുകയാണ്. അബു ദേവന്റെ ഇബിനായി പോയി. അപ്പൊ എന്താ ഇവിടെ അക്ഷരം തസ്ഹീഫാകാണ്. അല്ലെങ്കിൽ എന്ത് എഴുതി വെച്ച കിതാബിൽ എന്ത് വെള്ളം വെച്ച് പോയിട്ട് ആ എഴുത്ത് വാങ്ങി നമ്മൾ ഇന്നത്തെ മാതിരിയുള്ള സൗകര്യങ്ങളൊന്നുമില്ലല്ലോ പഴയ കാലത്ത്. ഒക്കെ പെണ്ണ് മഷി എടുത്തിട്ട് എഴുതി വെച്ചിട്ട് നമുക്ക് വെക്കണം. അതിലെന്തെങ്കിലും ചതല് കൊണ്ടുപോയി, അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും രീതിയിൽ എഴുത്ത് മാഞ്ഞു പോയി, അല്ലെങ്കിൽ ആ കിതാബ് നശിച്ചുപോയി, കിതാബ് കത്തിക്കരിഞ്ഞു പോയി, അല്ലെങ്കിൽ വെള്ളത്തിൽ ഒലിച്ചു പോയി, ഇങ്ങനെയുള്ള രൂപത്തിലൊക്കെ എന്തെങ്കിലും പിന്നെ നാശങ്ങൾ ഈ എഴുതി വെച്ച കിതാബിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉദ്ധരിക്കുന്ന ഹദീസ് ഉണ്ടാവില്ല, സ്വീകാര്യമല്ല. കാരണം എന്തുകൊണ്ട്? ലബത്ത് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട നിബന്ധന അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പം പിന്നെ വളരെ എന്ത് ചെയ്യണം? പൂർണ്ണമായ സംരക്ഷണം തന്റെ കിതാബിന് അദ്ദേഹത്തിന് വരുത്താൻ സാധിക്കണം. ആ കിതാബ് ഉദ്ധരിക്കുന്ന ഹദീസിലേക്ക് മാത്രമേ സ്വീകാര്യതയുള്ളൂ. എന്തെങ്കിലും രൂപത്തിൽ ബാക്കിയുള്ള കുറെ ഹദീസിന് ഒരു കുഴപ്പമില്ല, പക്ഷെ കുറച്ച് ഹദീസ് താഴെ നോക്കുമ്പോൾ ആൾ കുറച്ച് ചവര് കയറിയിട്ടുണ്ട്, അല്ലെങ്കിൽ വെള്ളം പോയിട്ട് അത് മാഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഇബിനായി പോലെ, ഇബിന് അബാവും പോലെ, അബാവും പോലെ, ഇങ്ങനെ പല വ്യത്യാസം ഹദീസിന് പല സ്ഥലത്തിലും വരാം. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ വന്നു കഴിഞ്ഞ ഹദീസിനെ കുറിച്ചുകൊണ്ട് ആ ഹദീസിനൊക്കെ നമുക്ക് ഇനി പറ്റില്ല, സഹിയാണെന്ന് വിധിക്കാൻ പറ്റില്ല. കാരണം ലബത്ത് എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കൃത്യത നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലബത്തിന്റെ കിതാബ് ഉദ്ധരിക്കുമ്പോഴാണ് ഇനിയിപ്പോ അയാള് പിന്നെ ഈ ഒരു റാവി തന്റെ ഹൃദയത്തിൽ നിന്നാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. നല്ല ഓർമ്മശക്തിയാണ്, നല്ല ഓർമ്മശക്തിയുടെ സന്ദർഭത്തൊക്കെ മനഃപ്പാടമാക്കി. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ ഒരു അതായത് ചലിക്കുന്ന ക്യാമറകൾ അതാണ് ഈ മഹാന്മാരൊക്കെ. ക്യാമറ എന്താ? നല്ല പവറുള്ള, നല്ല ഏറ്റവും അത്യന്താധുനികമായ ഇതിൽ നിർമ്മിതമായിരിക്കുന്ന ഒരു ക്യാമറ. ആ ക്യാമറ റഹ്മിയാന്ന് പറയുമല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള അതെല്ലാം വന്നിട്ട് തന്റെ തലച്ചോറിൽ അതേ രൂപത്തിൽ പകർത്തി വെക്കാൻ, കേട്ടത് അതേ രൂപത്തിൽ സൂക്ഷിച്ചു വെക്കാൻ കഴിവുള്ള അപാര ബുദ്ധിയുടെയും അപാര ഓർമ്മശക്തിയുടെയും ഉടമകളായിരുന്നു മഹാന്മാരായ മുഹദ്ദിസുകൾ. അല്ലാത്തവരുടെ അവരാണ് മുഹദ്ദിസുകൾ അറിയപ്പെട്ടതെന്ന് അർത്ഥം. നമ്മുടെ ചരിത്രത്തിൽ മുഹദ്ദിസുകൾ അറിയപ്പെടുന്നത് ഇത്തരം കഴിവുകൾ വിളിച്ചവരാണ്. അപ്പോൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഹിഫ്ദ് ശക്തിയുള്ള ആളുകൾ. അപ്പൊ അവരെ ഹദീസുകളൊക്കെ സ്വീകാര്യമാണ്. നേരെ മറിച്ച് ഹിഫ്ദിൽ കുറച്ച് തകരാറുകൾ വന്നതായിരിക്കുന്ന പിന്നെ ചില ഹദീസുകളുണ്ട്. അപ്പോ അതായത് ശ്രദ്ധ കുറവ് വന്നിട്ടുണ്ട്. അദ്ദേഹം അത് ഉസ്താദ് ഒന്ന് കേൾക്കുമ്പോൾ ശ്രദ്ധ കുറവ് വന്നിട്ട് എന്താണ് കൃത്യമായി ഉസ്താദ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ വന്നു. പക്ഷേ എഴുതി വെച്ചിട്ടുണ്ട്. അല്ല, അതിനൊക്കെ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് പിഴവ് വന്നു പോവുക. അതായത് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് വേർതിരിക്കാൻ അറിയാത്ത സമയത്തിൽ ഒരുപാട് കഴിവുള്ള ആളാണ്, അല്ലെങ്കിൽ കഫലത്തുള്ള ആളാണ്. അപ്പൊ എന്തായി ചുരുക്കം പറയുകയാണെങ്കിൽ ഇങ്ങനെ വരുന്ന ആളുകൾ എന്ത് ചെയ്യും? മനഃപ്പാടമുള്ളതാണല്ലോ. അപ്പൊ മൗഖൂഫ് ഹദീസിനെ ആൾ എന്ത് ചെയ്യും? മർഫൂആക്കും. അതായത് സഹാബിയാണ് സംഭവം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സഹാബിയാണ് സംഭവം പറഞ്ഞതെങ്കിൽ പോലും എന്താക്കാണ് ചെയ്യുന്നതിനെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ഹിഫ്ദിൽ വന്നതാ മാറ്റമാണത്. അല്ലെങ്കിൽ മുർസലായിരിക്കുന്ന ഹദീസിനെ മുത്തസിലാക്കുന്നില്ല. ആ ഹദീസ് യഥാർത്ഥത്തിൽ മുർസൽ, അത് സഹാബിയിലേക്കാണ് എത്തുന്നത്. ആ സഹാബിയിൽ കളപ്പെട്ടതാണ്. സഹാബിയെ എന്താണ് പിന്നെ അത് സനദിന്റെ അവസാനത്തിൽ എന്താണ് ഇവിടെ റാവി കളപ്പെട്ടതാണ്. ഇതുപോലെ ഇമാം ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു. അപ്പൊ മുർസൽ ഹദീസാണ്. ഈ മുർസൽ ഹദീസിന് മറ്റൊരു റാവി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർപ്പെട്ട ഏതെങ്കിലും ഒരു ശിഷ്യന് ഏതെങ്കിലും കണ്ണീർ ഒരാളെന്ത് ചെയ്ത് പിന്നെ ഈ ഹദീസിനും കൂടി എന്ത് ചെയ്ത് അതിനിടെ സഹാബിയും കൂടി ആയിട്ട് കൂട്ടി പറഞ്ഞു. യഥാർത്ഥത്തിൽ ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പിന്നെ സഹാബിയെ തനിക്ക് ലഭിച്ചതായിരിക്കുന്ന ഹദീസ് ലഭിച്ചത് ആ സഹാബിയെ പറഞ്ഞിട്ടില്ല. അപ്പോഴാണ് മുർസലാവുക. മുർസൽ ഏതൊക്കെ വിശദമായി നമ്മൾ പിന്നീട് പറയും. അപ്പൊ ഇങ്ങനെ മുർസലായിരിക്കുന്ന ഹദീസിന് എന്ത് ചെയ്ത് പിന്നെ ഈ ഹദീസ് ഉദ്ധരിച്ചപ്പോൾ എന്തായി? സഹാബിനെ കൂട്ടിയാണ് പറഞ്ഞു. യഥാർത്ഥത്തിൽ അത് മുർസലാണ്, പക്ഷേ മുത്തസിലാക്കി. ഇങ്ങനെ സംഭവിച്ചു പോയി. അല്ല അറിയാതെ എന്ത് ചെയ്ത് പിന്നെ ആൾ മാറിപ്പോയി. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ലബത്തിന്, അതായത് കൃത്യതയിൽ എന്തെങ്കിലും ഭംഗം വരുത്തതായിരിക്കുന്ന ഹദീസും സ്വീകാര്യമല്ല. ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ അതുപോലെ മറ്റൊരു ഷർത്താണ് മുത്തസില സനദി. ആദ്യം പറഞ്ഞ തന്ന ഇമേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. മുത്തസില സനദ് മുത്തസില രീതിയിൽ ഉദ്ധരിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട അസ്കലാനി തങ്ങൾ തന്നെ വിശദീകരിക്കുന്നുണ്ട്. അതിന്റെയും താമസത്തിനൊക്കെ വിശദീകരിക്കും. ഞാൻ അതിന്റെ മുന്നിൽ ചെറിയ വിശദീകരണം നൽകുന്നത് മാത്രം. അപ്പൊ മുത്തസില സനദ് മുത്തസിലാതായിരിക്കുന്ന രീതിയിലാവണം.
അപ്പൊ സനദ് മുത്തസിലാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? സനദിന്റെ തുടക്കം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ. അപ്പൊ ഉദാഹരണം പറയാം, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മുതൽക്ക് അങ്ങോട്ട് നബി വരേക്ക് തുടങ്ങുന്നുണ്ട്. അപ്പൊ ഇമാം ബുഖാരി എന്നാണ് സനദിന്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മൾ. അതിന് മധ്യം നടന്നത് 4 പേരുണ്ടെങ്കിൽ ഇമാം ബുഖാരി കഴിഞ്ഞാൽ 5 പേരുണ്ട്, ഇമാം ബുഖാരി അടക്കം 5 പേരുണ്ടെങ്കിൽ എന്തായിട്ട് അതില് പിന്നെ മൂന്നാമത്തെ ആളായിക്കൊല്ലോ മദ്യം അങ്ങനെ കണക്കൊന്നുമില്ല. അതായത് തുടക്കത്തിൽ നിന്ന് 1 2 റാവികളൊക്കെ ഒന്നോ അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ കളയുന്നവർക്ക് ആ ഹദീസിനെ കുറിച്ച് നമ്മൾ എന്ത് പറയും? പിന്നെ മുഅല്ലഖ ഹദീസ് എന്ന് പറയും. മദ്യത്തുനിന്നാണ് ഹദീസിന്റെ റാവി കളഞ്ഞു പോകുന്നതെങ്കിൽ, ഒരു റാവിയാണെങ്കിൽ മുൻപത്തെ എന്ന് പറയും. ഒന്നിലധികം റാവികളാണ് കളയുന്നതെങ്കിൽ അതിനിക്ക് മുഅല്ലൽ എന്ന് പറയും. മദ്യത്തിൽ അതായത് ഈ റിവായത്തിന്റെ സനദിന്റെ അന്ത്യത്തിൽ നിന്നാണ് കളയുന്നതെങ്കിൽ അതിനിക്ക് മുർസലി. അന്ത്യം സഹാബിയാണല്ലോ, സഹാബിനെ കളഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഹദീസിനെ അങ്ങോട്ട് എന്താക്കിയാണ് നബി പറഞ്ഞു എന്നാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞ പോലെ ഹസൻ ബിസ്രി എന്നാണ് പറയുന്നത് എന്ന് ഒരു മഹാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഹസൻ ബിസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു. ഹസൻ ബിസ്രി സഹാബിയുടെ താബിയല്ലേ. അപ്പൊ ഇങ്ങനെ എന്താണ് സനദിന്റെ അവസാനത്ത് നിന്നാണ് ഇവിടെ സഹാബിയെ കളയപ്പെട്ട കാര്യം. അപ്പൊ ഇതെന്തല്ല, സനദ് മുത്തസിലായിട്ടില്ല. അപ്പൊ മുർസലായി വരിക, മുൻകത്തിയോ മുഅല്ലലോ ആയി വരിക, മുഅല്ലഖായി വരിക. ഈ 4 വകുപ്പിലും പെട്ടതായിട്ട് ഹദീസിൽ വന്നു കഴിഞ്ഞാൽ ആ ഹദീസ് എന്തല്ല, സഹിഹല്ല. ഹദീസ് എന്താവുന്നു? ലഈഫ് ആകുന്നു. പക്ഷെ ലഈഫ് ആണെങ്കിലും എന്തെയും പിന്നെ ആ മുഅല്ലഖായിരിക്കുന്ന ഹദീസുകൾ ചിലരെന്തെയും മുർസല ഹദീസുകൾ ഒക്കെ സ്വീകാര്യമില്ല എന്ന് എല്ലാവർക്കും അഭിപ്രായമില്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി വളരെ കർക്കശമായ നിലപാട് വെച്ചുകൊണ്ടിട്ടുണ്ട് ആ മുർസല ഹദീസ് സ്വീകരിക്കാമെന്ന് പറഞ്ഞു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മുഅല്ലഖ ഹദീസ്, ബുഖാരി റഹ്മത്തുള്ളാഹി മുഅല്ലഖ ഹദീസ് ഒക്കെ എന്തിനാണ്? എല്ലാം സഹീഹിന്റെ നിബന്ധന പുറത്താണ്. മറ്റുള്ളവരുടെ മുഅല്ലഖ ഹദീസ് പോലെയല്ല ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ മുഅല്ലഖ ഹദീസ്. ഇൻഷാ അല്ലാഹ് വിശദമായി പറയും. അപ്പൊ ചുരുക്കമാണ് മുർസല ഹദീസ് അല്ലെങ്കിൽ മുൻകത്തി ഹദീസ് അല്ലെങ്കിൽ മുഅല്ലല ഹദീസ് അല്ലെങ്കിൽ മുഅല്ലഖ ഹദീസ്, ഈ 4 രൂപത്തിലും ഉദ്ധരിക്കപ്പെടാത്തതായിരിക്കുന്ന രീതിയിലുള്ള ഹദീസ്, അതാണ് മുത്തസിൽ സനദ്. അപ്പൊ മുത്തസിൽ സനദ് എന്നുള്ളത് എന്താകുന്നു? 3ാമത്തെ നിബന്ധനയാണ്. അതുപോലെ അതിലാവുക ഒന്ന്. പിന്നെ രണ്ടാമത്തത് എന്തായിരിക്കുക? താമുള്ളതായിരിക്കുക. നമ്മൾ വിശദീകരിച്ചു, നമ്മൾ വിശദീകരിച്ചു. മുത്തസിൽ സനദ് മുത്തസിലായിരിക്കുക എന്ന് പറഞ്ഞാൽ ആ സനദിനിടയിൽ സനദിന്റെ തുടക്കത്തിൽ നിന്നോ മധ്യത്തിൽ നിന്നോ അവസാനത്തു നിന്നോ റാവികൾ നിവേദകന്മാരെ വിട്ടുപോവാതെ തുടർച്ചയായിട്ട് തന്റെ ഓരോ ഷെയ്ഖുമാർ തന്റെ ഷെയ്ഖിനും കേട്ടതിനെ തുടർച്ചയായി നിൽക്കുന്നവരെ കേട്ടതിന് അതേ രൂപത്തിൽ ഉദ്ധരിച്ചതായിരിക്കുന്ന ഹദീസ്, അതാണ് മുത്തസിൽ സനദ്. പിന്നെ 4ാമത്തെ നിബന്ധന ഗൈറു മുഅല്ലലിൻ എന്ന് പറഞ്ഞു. മുഅല്ലലിൻ എന്ന് പറഞ്ഞാൽ ഇല്ലത്ത് കടന്നുകൂടാത്തതായ, അല്ലെങ്കിൽ ന്യൂനത കടന്നുകൂടാത്തതായിരിക്കുന്ന ഹദീസുകൾ. അതുപോലെ തന്നെ ബഹുഭൂരിപക്ഷം ഉദ്ധരിച്ചതായിരിക്കുന്ന ഹദീസിനോട് എതിരായി ഉദ്ധരിച്ച ഹദീസുമാവാതെ വരുന്നത്. ഈ 2 നിബന്ധനകൾ സനദിലേക്ക് ചേർത്തുകൊണ്ടല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ പിന്നെ പ്രശ്നങ്ങൾ വരുന്നത് ഇല്ലത്തായും ഷാദായും വരിക എന്നുള്ളത് അതേതിനാണ് ബാധകമാവുന്നത്? അത് ഹദീസിന്റെ മത്തിനാണ് ബാധകമാവുന്നത്. ഹദീസ് പറഞ്ഞ വിഷയം ടെക്സ്റ്റിനോട്, അതായത് ഈ നിവേദക പരമ്പരയുമായി ബന്ധപ്പെട്ട വിഷയമല്ല ഇല്ലത്ത് ഷാദ് എന്നൊക്കെ പറയുന്നത്. അപ്പോ 5 നിബന്ധനയായി. അതിലായിരിക്കണം, താമുള്ളതായിരിക്കണം, അതുപോലെ മുത്തസിൽ സനദായിരിക്കണം, മുഅല്ലലായിരിക്കണം, ഷാദ് അല്ലാത്തതുമായിരിക്കണം, എല്ലാ ഷാദ്. ഈ 5 നിബന്ധനകൾ ഒരുമിച്ച് കൂടിയതായിരിക്കുന്ന ഹദീസിനെ കുറിച്ചാണ് എന്തെന്ന് പറയാ പിന്നെ സഹിഹായ ഹദീസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഹദീസുകൾ എന്താണ് മഖബൂലാകുന്നു. നമ്മൾ എന്ത് ചെയ്യാം? ബഹുമാനപ്പെട്ട ഇബ്നു കിതാബിലേക്ക് തന്നെ പോകാം. അപ്പോ خبر الأحاد بنقل عدل طعام الضبط متصل السند غير معلل ولا شاذ هو صحيح لذاته وهذا أول تقسيم مقبول إلى 4 أنواع. ഇങ്ങനെ ഇതൊക്കെ എന്താണ്? ഈ നിബന്ധനകളൊക്കെ ഒത്തതായിരിക്കുന്ന ഹദീസ് സ്വീകാര്യോഗ്യമായ മഖബൂൽ ഹദീസാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യാണ്? 4 ഓഹരി ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇത്തരത്തിൽ സഹിഹായിരിക്കുന്ന ഹദീസിനെ തന്നെ 4 വിധത്തിൽ നമ്മൾ ഓഹരി ചെയ്യാണ്. അതെന്തുകൊണ്ടാണ് 4 വിധത്തിൽ ഓഹരി ചെയ്യുന്നത്? ഇപ്പൊ അതായത് ഈ പറയപ്പെട്ട രൂപത്തിൽ വന്നത് മുഴുവനും എന്താകുന്നു? നമ്മളിപ്പോ പറഞ്ഞ ഉദ്ദേശം എന്താണ്? സഹീഹുൽ ദാത്തിയാണ്. സഹീഹുൽ ദാത്തിഹി എന്ന് പറയുന്നതായ പിന്നെ ഹദീസിന്റെ നിബന്ധനയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അത് ഏറ്റവും പ്രധാനവുമായിട്ടുള്ള ഹദീസിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു സഹീഹ ഹദീസിന്റെ എല്ലാ ഗുണങ്ങളും വിവരിച്ചതായിരിക്കുന്ന ഹദീസിന്റെ നിബന്ധനകളാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ 5 നിബന്ധനകൾ. ഇനി ബാക്കി 3 ഉണ്ട്. അത് അഹാദായിരിക്കുന്ന ഖബർ 4 ഓഹരിയാകും. അഹാദായിരിക്കുന്ന ഖബർ എന്താണ്? അത് ഈ പറയപ്പെട്ടതായി ഈ 5 നിബന്ധനകൾ ഒത്തതാണെന്നുണ്ടെങ്കിൽ അത് സഹീഹുൽ ദാത്തിയാണ്. ഇനി ഈ അഹാദ ഖബർ ഇതിന്റെ മഖബൂലായ മറ്റ് 3 ഇനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ശേഷം പറയുന്നുണ്ട്. ഈ സഹീഹുൽ ദാത്തി ഇപ്പോൾ പറഞ്ഞ 5 നിബന്ധനകൾ ഒത്തതായിരിക്കുന്ന അഹാദായിരിക്കുന്ന ഖബർ സ്വീകാര്യോഗ്യമാതായിരിക്കുന്ന ഇതിന്റെ 4ൽ 1 ഇനമാകുന്നു. എന്തുകൊണ്ടാണ് 4ൽ 1 ഇനമാകും ബാക്കി 3 ഇനം അങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ കാരണം എന്താ വെച്ചാൽ ഈ ഹദീസിന്റെ സ്വീകാര്യതയ്ക്ക് ആവശ്യമായിരിക്കുന്ന ഗുണങ്ങൾ അതിന്റെ ഉന്നതമായ രീതിയിലായിരിക്കും ചില ഹദീസിൽ ഉണ്ടാവുക. ചില ഹദീസിൽ അത്ര തന്നെ ഉന്നതമാവില്ല, മീഡിയം സൈസിലുള്ള ഗുണങ്ങളേ ഉള്ളൂ. അല്ലെങ്കിൽ ചില ഹദീസിൽ അത്രയും മീഡിയം ഇല്ല, കുറച്ചും കൂടി ഒരു മിനിമം രൂപത്തിലുള്ള ഗുണങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പൊ മാക്സിമം, മീഡിയം, മിനിമം സിഫത്തുകൾ തന്നെ. അപ്പൊ സ്വീകാര്യത ഹദീസ് സ്വീകരിക്കാൻ ആവശ്യമായിരിക്കുന്ന ഗുണങ്ങൾ തന്നെ 3 ഗ്രേഡായി തരംതിരിക്കുക.
എന്താണ് ആ 3 ഗ്രേഡ് എന്ന് ചോദിച്ചാൽ അത്യുന്നതമായിരിക്കും, ഏറ്റവും ടോപ്പിൽ കിടക്കുന്നതായിരിക്കുന്ന ഗുണങ്ങൾ. അപ്പൊ ചില നമ്മൾ ഉദാഹരണം സഹിതം പറയുമ്പോൾ നമ്മൾ കൂടുതൽ വ്യക്തമോ ചില നിവേദക പരമ്പരകളൊക്കെ നിവേദക മറാബികളായിരിക്കുന്ന ആളുകളെ ഉദ്ധരിച്ച ഹദീസ് അത്യുന്നതമായി ഇമാം മാലിക് റളിയല്ലാഹു, ഇമാം മുഹമ്മദ് റളിയല്ലാഹു, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി, ഇമാം നാഫി റഹ്മത്തുള്ളാഹി, ഇമാം അബ്ദുല്ലാഹി ഇബ്നു സഹാബിനെ നമ്മൾ പറയുന്നത് പരിഗണിക്കേണ്ടതില്ല, അതെന്തായാലും എല്ലാവരും ആഗ്രഹങ്ങളാണ്. അപ്പോ അവിടെ നിങ്ങോട്ട് പോരുന്ന ചില റാബികളൊക്കെ വളരെ ഉന്നതമായ ഹദീസ് സ്വീകരിക്കാൻ ആവശ്യമുള്ള യോഗ്യതകൾ ഒരുമിച്ച് കൂടുതലായിരിക്കുന്ന ആളുകളായിരിക്കും, അത്യുന്നതമായിരിക്കും, ഏറ്റവും ടോപ്പിലിരിക്കും. ചില എന്നാൽ എല്ലാവരും ഒരുപോലെയല്ലോ, ചില ആളുകൾ എന്തായിരിക്കും മീഡിയമായ നിലയ്ക്ക് അത്ര തന്നെ ആദ്യം പറയുമ്പോൾ തന്നെ അത്രമാത്രം ഉന്നതമായ രീതിയിലുള്ള ഗുണങ്ങളില്ലെങ്കിൽ കുറച്ചും കൂടി താന്ന രീതിയിൽ ഇവരെ മീഡിയം സൈസിലായിട്ട് ഇതിന്റെ ഇവരിൽ ആ ഗുണങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരിക്കും എന്നെങ്കിൽ അങ്ങനെ. അല്ലെങ്കിൽ അത്ര തന്നെ മീഡിയം ഇല്ല, അതിൽ മാക്സിമം ഇല്ല, മീഡിയം ഇല്ല, പിന്നെ മിനിമം യോഗ്യതയാണ് ഉള്ളത്. ഹദീസ് സ്വീകാര്യോഗ്യമായ മിനിമം യോഗ്യത, ആ മിനിമം യോഗ്യത ഉള്ള ഒരാൾ ധരിക്കുന്ന ഹദീസായിരിക്കും. ഇങ്ങനെ 3 രൂപത്തിലായിരിക്കും സംഗതി ഉണ്ടാകുക. ഒരു കാര്യത്തെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ രൂപത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഒന്നിരിക്കൽ മാക്സിമം അല്ലെങ്കിൽ മീഡിയം അല്ലെങ്കിൽ മിനിമം. ഈ 3 രൂപത്തിൽ വരുമ്പോഴാണ് ഹദീസ് എന്ത് ചെയ്യുന്നത്, ഈ 4 ഇനമായി തീരുന്നത്. എല്ലാം സ്വീകാര്യം തന്നെയാണ്. ഈ പറയപ്പെട്ട 4 രീതിയിലുള്ള സ്വീകാര്യം. അതുകൊണ്ട് ഈ പറയപ്പെട്ട അടിസ്ഥാനപരമായിരിക്കുന്ന നിബന്ധനകൾ അതിലേക്കുണ്ടാവും. ഏറ്റക്കുറച്ചിലൂടെ അതിലായിരിക്കും എന്നുള്ളത് സംശയമല്ല. അതിൽ തന്നെ ഉണ്ടാവും ചിലപ്പോൾ ഏറ്റക്കുറവുകളായിരിക്കുന്ന നീതിമാനായിരിക്കും എന്നുള്ളത് ഏറ്റക്കുറവുകളായിരിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അതുപോലെ ഈ കുട്ടിയുടെ താമസത്തിൽ നിന്ന് ഏറ്റക്കുറവുള്ള ആളുകളുണ്ടായിരിക്കും. അതുപോലെ സനദ് മുത്തസിലാവുക എന്നുള്ളത് അത് പിന്നെ പറ്റൂല, അതായത് അതെന്തായാലും വേണം, സനദ് മുത്തസിലായിരിക്കണം. പിന്നെ ഇല്ലത്ത് ഷാദ് എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള ഇല്ലത്തും ഷാദും ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഈ സ്വീകാര്യോഗ്യമായിരിക്കുന്ന 4 ഇല്ലത്തുള്ള ഹദീസോ ഷാദ ഹദീസോ പാടില്ല. അപ്പൊ പിന്നെ അങ്ങനെയുള്ള ഹദീസുകൾ. അപ്പൊ പിന്നെ അതിലും താമസവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റക്കുറച്ചിലുകളാണ് മറ്റു രീതിയിലുള്ള 3 വകുപ്പിലേക്ക് ഇതിനെ തരംതിരിക്കുന്നത്. ഇനി അല്ല ഓരോ സഹീഹു ലിദാത്തി, ഇതൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേൾക്കണം. അപ്പം നുസ്രത്ത് നദർ എന്ന് പറയുന്ന ആസ്കലാനി തങ്ങളുടെ കിതാബിനെ അവതരിക്കുന്നത് അൽ അവ്വലു അസ്സഹീഹു ലിദാത്തി, ഏറ്റവും ഒന്നാമതായിട്ടുള്ള സഹീഹു ലിദാത്തിയാണ്. അത് നമ്മൾ പറഞ്ഞു. എന്താണ് സഹീഹു ലിദാത്തി വെച്ചാൽ മാ ബി നഖ്ലി അദിലിൻ താമിൻ വബ്തി മുത്തസില സനദി ഗൈറ മുഅല്ലലിൻ വലാ ഷാദിൻ ഹുവ സഹീഹു ലിദാത്തി. അതാണ് സഹീഹു ലിദാത്തി. വസാനി രണ്ടാമത്തത് ഈ ഉചിതമായ ഇജ്ബുർ ദാലിക്കൽ ഖുസൂർ. രണ്ടാമത്തെ എന്താണ്, അതായത് ഇങ്ങനെ പൂർണ്ണമായി കൃത്യതല്ല, അതിലും ഉണ്ടെങ്കിലും നീതിമാനാണെങ്കിലും കുറച്ചൊക്കെ എന്താണ് പിന്നെ ലേശം ഒരു പിന്നെ ചെറിയ രീതിയിലുള്ളതായ പിന്നെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്നുള്ളത് അതിനെ എല്ലാത്തിലും വേണമെന്നുള്ളത് നിബന്ധനയാണ്. അതിന് താമസത്തിലാണ് പ്രശ്നം. അതായത് കൃത്യതയില്ല, അങ്ങനെ അത്ര തന്നെ കൃത്യതല്ല, നേരത്തെ പറഞ്ഞ കൃത്യതല്ല, കുറച്ച് കുറവാണ്. മീഡിയം സൈസിലുള്ള കൃത്യതയേ ഉള്ളൂ എങ്കിലും എന്തായിട്ടുണ്ട്. പക്ഷെ ആ കൃത്യത കുറവിനെ തത്തുല്യമാ മറ്റു ചില റാവികളും ഇതേ സമാനമായ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഈ പോരായ്മയെ നികത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാണുന്ന സഹീഹ് ഓയിരി എന്ന് പറയും. ഈ ഉചിതമായ ഇജ്ബുർ ദാലിക്കൽ ഖുസൂർ, അതായത് പിന്നെ സഹീഹ്, അതായത് ഒരു ഹദീസിൽ സഹിയാവാനുള്ള ഏറ്റവും അത്യുന്നതമായിരിക്കുന്ന ഗുണങ്ങളില്ല, ആ ഗുണങ്ങൾ ഇതിൽ കുറവാണ്. പക്ഷെ ആ കുറവിനെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഏതുപോലെ കസരത്ത് തുറക്കി വേറെ ഈ പരമ്പരയിലൂടെ വേറെ പരമ്പരയിലൂടെ വേറെ ചില ആളുകൾ ഉദ്ധരിച്ച ഹദീസും ഇതുമായി ഇതിന്റെ അതേ സമാനമായ ആശയങ്ങൾ വരുള്ളതായിരിക്കുന്ന മറ്റു ചിലരെ ഉദ്ധരിച്ച ഹദീസുകൾ ഇതിന് പിൻബലമേകുന്നുണ്ട്. അങ്ങനെ പിൻബലം ലഭിച്ചത് കൊണ്ടിട്ട് ഈ പോരായ്മ നികന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ഹദീസിലേക്ക് ഫഹുവ അസ്സഹീഹു, അതും സഹീഹ് തന്നെയാണ്. ലാകിൻ ലാ ലിദാത്തിഹി, പക്ഷേ സഹീഹ് ലിദാത്തിഹി അല്ല. സഹീഹ് ലിദാത്തി എന്ന് വെച്ചാൽ എന്താ, മറ്റുള്ള വേറെ ഹദീസുകളുടെ പിന്തുണ ഉണ്ടോ അല്ലെ നോക്കിയിട്ടല്ല സഹീഹ് ലിദാത്തി സഹിയാവുന്നത്. അത് സ്വന്തമായ നിലയ്ക്ക് തന്നെ അത് സഹിയാണ്. എന്നാൽ ഈ രണ്ടാമത്തെ വകുപ്പ് എന്താണ്, അത് സ്വന്തമായ നിലയ്ക്ക് സഹി അല്ലെങ്കിലും മറ്റു ചിലർക്ക് ഉദ്ധരിച്ചതായിരിക്കുന്ന ഹദീസുകൾ പിൻബലമുള്ളത് കൊണ്ട് സഹിയായതാണ്. അവിടെ സഹീഹ് വഴി നിൽക്കുന്ന സഹിയാതല്ല, പുറത്തുനിന്നുള്ളതായിരിക്കുന്ന പിന്തുണ ലഭിച്ചിട്ട് സഹിയായതാണ്. ഇപ്പൊ എന്താവും, ഈ പറയപ്പെട്ട ഉന്നതമായ ഗുണങ്ങൾ അത്ര തന്നെ ഇല്ല, കുറവാണ്. ആ കുറവിനെ ഏതെങ്കിലും വേറെ രീതിയിലൂടെ വേറെ വിവിധ തരീക്കിലൂടെ ഉദ്ധരിക്കപ്പെട്ട ഹദീസുകൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെന്താണ് സഹീഹ് വൈരിയാണ്. ഈ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് വെച്ചാൽ അപ്പൊ 3ാമത്തെ വകുപ്പ് അങ്ങനെ വരാലോ, പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതായത് ഒരു സഹീഹ് ദാത്തിഹിക്ക് ആവശ്യമായിരിക്കുന്ന ഗുണങ്ങൾ ഈ ഹദീസിലില്ല. എന്നാൽ വേറെ തരീക്കുന്ന വേറെ ചില സഹാബികളെ ഉദ്ധരിച്ച ഹദീസ് കൊണ്ടിട്ട് ഇത് വേറെ ചില ആളുകളും ഹദീസുകൾ ഉദ്ധരിച്ച ഹദീസ് കൊണ്ട് ഇതിന്റെ ന്യൂനത പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? പരിഹരിക്കപ്പെട്ടിട്ടുമില്ലെങ്കിൽ ആ ഹദീസിനെ കുറിച്ചാണ് ഹസനായ ഹദീസ് എന്ന് പറയുന്നത്. വഹൈസു ലാ ജുബ്റാന വഹുവ അൽ ഹുസ്നു ലിദാത്തിഹി. ഈ ഇങ്ങനെ മറ്റു തരീക്കിലൂടെ വന്നുകൊണ്ട് എനിക്ക് പിന്തുണ ലഭിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ പ്രശ്നം പരിഹരിച്ചു പോകാത്തടത്ത് അതിനാണ് ഹസനുൽ ലിദാത്തി ഹദീസ് എന്ന് പറയുന്നത്. പരിഹരിച്ചിട്ടില്ലെങ്കിൽ ഹസനുൽ ലിദാത്തി എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ഹദീസിനുള്ള അത്ര ക്വാളിറ്റി ഇതിനില്ല. എന്താണ് ആ ക്വാളിറ്റി താങ്കൾ മീഡിയം സൈസിലാണുള്ളത്. മീഡിയം സൈസിലാണെങ്കിൽ പോലും അതിന്റെ പുറത്തുനിന്നുള്ള വേറെ തരീക്കിലൂടെ മുദ്രിക്കപ്പെട്ട ഈ ഹദീസിലേക്ക് പിന്തുണ കൊടുക്കുന്നുണ്ട്. ഈ ഹദീസിന് ആശയത്തെ അത് ശക്തിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് സഹീഹ് വഴിയാകുന്നു. ഇനി ഇങ്ങനെ വേറെ ഹദീസുകളുടെ പിന്തുണ ഇല്ലാണ്ടായി ആ ഹദീസിനെ കുറിച്ച് ഹദീസ് ഹസൻ എന്ന് പറയുന്നു. ഇനി നമുക്ക് പുറത്തുനിന്നുള്ള വേറെ ചില തെളിവുകളാണ് വരുന്നത്. വൈകാമത്ത് കരീനത്തും തുറജു ജാനിബ കബൂലുമായി തവഖുഫുലി. ഹദീസ് വൈഫായി സഹിഹത്തിന് നിബന്ധനക്കാത്ത വൈഫായി കിടക്കാണ്, നമ്മൾ അവിടെ അമൽ ചെയ്യുന്നില്ല. പക്ഷെ അമൽ ചെയ്തില്ലെങ്കിലും ഈ പറയപ്പെട്ട വൈഫ ഹദീസിന്റെ ആശയത്തിൽ നടക്കുന്നത് ചില ഹദീസുകളൊക്കെ വേറെ രൂപത്തിലൊക്കെ വന്നിട്ടുണ്ട്. ഷാഹിദ് കൊണ്ടോ മുസാഫഹത്ത് കൊണ്ടൊക്കെ അത് സ്വീകരിക്കുന്നതിന്റെ ജാനിബ് സ്വീകരിക്കേണ്ട ഭാഗത്തെ ശക്തിപ്പെടുത്തുന്നതായ മറ്റു പല വാഹിമായ തെളിവുകളും ഉണ്ടെങ്കിൽ പക്ഷേ ഹസനിൽ ദാത്തി അല്ല, എന്താകുന്നു ഹസനിൽ വൈരിഹി ആകുന്നു എന്നാണ് പറഞ്ഞത്.
അപ്പൊ ചുരുക്കത്തിൽ എന്താ പറഞ്ഞത്, സഹീഹ ഹദീസ് എന്ന് പറഞ്ഞാൽ നീതിമാനായിരിക്കുന്ന ആള്, നമ്മൾ പറയും നീതിമാനായിരിക്കുന്ന ആള് ഉദ്ധരിച്ച ഹദീസ് ഒന്നാമത്തെ നിബന്ധന. എന്താണ് രണ്ടാമത്തെ നിബന്ധന? പൂർണ്ണമായ കൃത്യതയോടെ, കിതാബിൽ നിന്നോ ഹൃദയത്തിൽ ഓർമ്മ വെച്ചുകൊണ്ടുള്ള കൃത്യത വേണം, അല്ലെങ്കിൽ കിതാബിൽ എഴുതി വെച്ചുള്ള കൃത്യത വേണം. ആ കൃത്യതയോടെ ഉദ്ധരിക്കപ്പെട്ട ഹദീസ്. മൂന്നാമത്തെ നിബന്ധന എന്താകുന്നു? ആ സനത് എവിടെയെങ്കിലും ഒന്ന് കണ്ണിയേറ്റ് പോകരുത്. എവിടെ തുടക്കത്തിലും മധ്യത്തിലും അവസാനത്തിലും ഒന്നും കണ്ണിയേറ്റ് പോകണം, തുടർച്ചയായിട്ട് ലഭിച്ച ഹദീസ്. മറ്റൊന്ന് ഹദീസിൽ വേറെ ഏതെങ്കിലും രൂപത്തിലായിരിക്കും ന്യൂനതകൾ വരരുത്. അബ് ഇവനായി പോവുക, ഇവന് അബായി പോകുന്നതായിരിക്കുന്ന ഇല്ലത്തുകളൊക്കെ തന്നെ. അതുപോലെ തന്നെ ഈ ഹദീസിൽ പറഞ്ഞ ആശയം മറ്റു ചില മഹാന്മാരായിരിക്കുന്ന ആളുകളൊക്കെ, ഒരുപാട് ആളുകളൊക്കെ ഉദ്ധരിച്ച ഹദീസിന് വിരുദ്ധമായിട്ട് വരരുത്. ഷാദു മുങ്കറക്കൊന്നില്ല, ഷാദു ആവാതെ മുങ്കറും ആവാതെ ഇല്ലത്തില്ലാത്തതും സനത് മുത്തസിലായതും താമുള്ളതും അതിലും ഉദ്ധരിച്ച ഹദീസിനാണ് സഹീഹ ഹദീസ്. ഇപ്പൊ ഈ 5 നിബന്ധനകൾ കാര്യമായിട്ട് ഇരിക്കുന്നത്. ആ 5 നിബന്ധനകൾ വിളിച്ചത് മാത്രമാകുന്നു സഹീഹ ഹദീസ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ ഓരോന്നോരോന്ന് മുസ്ലിഫ് എന്ന് പറയാം. വൽ മുറാദു ബിൽ അദിലി ഖുദ്ദിമൽ കലാം വല സഹീഹ് ദാത്തിഹി ലിഉലുവി റുതുബതി. അപ്പോൾ ആദ്യം സഹീഹ് ദാത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. സഹീഹ് ദാത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിന്റെ സ്ഥാനം കുറച്ച് അത്യുന്നതമായി കിടക്കാൻ, ഏറ്റവും ടോപ്പിൽ കിടക്കുന്നതാണ്. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ സഹീഹ് ദാത്തിയെ കുറിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സഹീഹ് ദാത്തിഹി, സഹീഹ് ലിഗൈരിഹി, ഹസനുൽ ദാത്തിഹി, ഹസനുൽ ലിഗൈരിഹി, ഈ 4 രൂപവും മഖ്ബൂലാണ്. ഈ 4 രൂപത്തിൽ വന്ന ഹദീസുകളും സ്വീകാര്യമാണ്. അതുകൊണ്ട് അമൽ ചെയ്യണം, നിർബന്ധമായിട്ട് നമ്മൾ അമൽ ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി എന്താണ് അദലി എന്ന് പറയുന്നത് നോക്കട്ടെ. വൽ മുറാദു ബിൽ അദലി, മഹാനായ മുസ്ലിം അസ്കലാനി പറഞ്ഞു, മൻ ലഹു മലക്കത്തുൻ തഹ്മിലുഹു അലാ മുലാസമത്തി തഖ്വ വൽ മുറൂഅത്തി. കണ്ടോ, നീതിമാൻ എന്ന് പറയുന്നത് അത് ഒരു മനുഷ്യനുണ്ടായിരിക്കുന്ന ഒരു ഗുണമാണ്, ഒരു അവസ്ഥയാണ്. ആ അവസ്ഥ എന്ത് ചെയ്യുന്നത്? അവനെ പ്രേരിപ്പിക്കുന്നത് അലാ മുലാസമത്തി തഖ്വ, തഖ്വയോടുകൂടി ജീവിക്കാൻ പ്രേരിതമാകുന്ന ഒരു അവസ്ഥയുള്ളവനാണ്. വൽ മുറൂഅത്തി, മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അതായത് അവനെപ്പോലായിരിക്കുന്ന ആളുകളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ ചെയ്തു അവരിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യാത്ത, അന്തസ്സാർന്ന, അതുപോലെ മാനുഷിക മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പിന്നെ എന്ത് ചെയ്യാം ഉള്ള വ്യക്തി, ആ രീതിയിലുള്ള ജീവിതം നയിച്ചവൻ. മനസ്സിലല്ലേ? അതായത് പിന്നെ അദാലത്ത് എന്ന് പറഞ്ഞാൽ ജീവിത വിശുദ്ധി നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ തന്നെ വിവർത്തിക്കാം. ജീവിത വിശുദ്ധി അതായത് അള്ളാഹുവിന്റെ ആജ്ഞ നിരോധനങ്ങളൊക്കെ പാലിച്ച് വൻ പാപങ്ങൾ പ്രവർത്തിക്കാതെയും ചെറുപാപങ്ങളിലേക്ക് വഴി പോകാതെയുമുള്ള ജീവിതമാണ് സത്യസന്ധവും വിശുദ്ധവുമായ ജീവിതം അല്ലേ? അതിനെന്തായിരിക്കണം? അവന് എന്തുണ്ടാൻ പാടില്ല? വിദേഹത്തിന്റെ ആശയം ഉണ്ടാൻ പാടില്ല. അവർ ശിർക്കിന് വിശ്വാസക്കാരനാകാൻ പാടില്ല, വിദേഹത്തിന്റെ വിശ്വാസക്കാരനാകാൻ പാടില്ല. വിദേഹത്തിൽ ചാലി കാമറായി പോകുന്ന വിദേഹത്തിൽ അതാ പറയുന്നത്. അപ്പൊ തഖ്വയോടുകൂടെയും അതുപോലെ തന്നെ പിന്നെ മോശമായിരിക്കുന്ന പ്രവൃത്തികൾ പിന്നെ ചെയ്യാതെയും, മോശമായിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യാതെയും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന അവസ്ഥ അതാണ് നീതിമാൻ. മുറാദ് ബി തഖ്വ. തഖ്വയോട് എന്താ ഉദ്ദേശം? നമ്മൾ ഇവിടെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, നമ്മളും വഹാബികളും തമ്മിൽ ഏറ്റവും അവര് വഹാബികളുടെ ആശയം വൈബിയച്ച ആശയമാണ്. അവര് സുന്നികളെ ശിർക്കാരോപണം നടത്തുവാനും വിദേഹത്താരോപണം നടത്തുവാനും അവർ ഉന്നയിക്കുന്ന തെളിവുകളൊക്കെ പരിശോധിക്കുമ്പോൾ അതേ തെളിവുകൾ കൊണ്ട് ഒറ്റ ഹദീസും അവർക്ക് സ്വീകരിക്കാൻ സാധിക്കാതെ വരും. അല്ലെങ്കിൽ ഒരുപാട് ഹദീസുകൾ അവർ ബുഖാരിയിൽ നിന്ന് തന്നെ തള്ളിക്കളയും, ബുഖാരി ഇമാമിനെ പോലും അവർ തള്ളിക്കളയേണ്ട അവസ്ഥ വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്താണ് തഖ്വയുടെ ഉദ്ദേശം? ഈ റാവികൾക്ക് ഉണ്ടാവേണ്ട തഖ്വ, ഹദീസ് നിവേദകമാർക്കുണ്ടാവുന്ന തഖ്വ എന്ന് പറഞ്ഞാൽ എന്ത്? വൽ മുറാദ് ബി തഖ്വ ഇജ്തിനാബുൽ അമാലി സയ്യിഅത്തി, മോശമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക. മോശമായിരിക്കുന്ന പ്രവർത്തനങ്ങളെ ഒഴിവാക്കുക ഒന്നത്. പിന്നെയോ മോശമായ പ്രവർത്തനം എന്ന് പറയുന്നത് എന്താന്നുള്ളത് ഇൻഷാ അല്ലാഹ്. അപ്പൊ തഖ്വയുടെ മേൽ പ്രേരിപ്പിക്കുന്നത് പറഞ്ഞല്ലോ. തഖ്വയുടെ മേൽ പ്രേരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത് ഇവിടെ? ഇജ്തിനാബുൽ അമാലി സയ്യിഅത്തി, മോശമായ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക. ഏതൊക്കെയാണ് മോശമായ പ്രവർത്തനം? മിൻ ശിർകിൻ ഔ ഫിസ്ഖിൻ ഔ ബിദ്അത്തിൻ. കണ്ടോ, തഖ്വക്ക് വിരുദ്ധമാകുന്നതാണ് ശിർക്ക് വിശ്വാസം. തഖ്വക്ക് വിരുദ്ധമാണ്. അപ്പൊ ശിർക്കൻ വിശ്വാസമുള്ളതായിരിക്കുന്ന ആളാവരുത് ഹദീസ് ധരിക്കുന്ന ആളെ. അതുപോലെ ഫിസ്കിൻ അല്ലെങ്കിൽ കുഫറിലേക്ക് ചേർക്കുന്നു, കുഫറിലേക്ക് എത്തിപ്പോകുന്നത് അല്ല, കുഫറിലെ ഫിസ്ക് തന്നെ മോശമായിരിക്കുന്ന, അതായത് പിന്നെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന, അത് അമലിയായിരിക്കുന്ന വിഷയമാണ്. ഫിസ്ക് എന്ന് പറഞ്ഞത് എന്താണ്? ഫിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വാജിബിനെ ഒഴിവാക്കുക, അല്ലെങ്കിൽ ഹറാമിനെ പ്രവർത്തിക്കാം. ഇങ്ങനെക്കണ്ടോ ഫാസിക്കാവും. വാജിബിനെ ഒഴിവാക്കിയിട്ട് ഫാസിക്കാവും, അതുപോലെ ഹറാം ആ കാര്യം ചെയ്തിട്ടും ഫാസിക്കാവും. ഇങ്ങനെ ഫാസിക്കായ ഫിസ്കിന്റെ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടവനാ, അതായത് ഫാസിക്കാവുന്ന കാര്യങ്ങൾ ഒഴിവാക്കണം. അതുപോലെ ഷിർക്ക് ഒഴിവാക്കണം. ഏതാണ് ഷിർക്ക്? ജലിയ ഷിർക്കുമുണ്ട്, ഖഫിയ ഷിർക്കും. ജലിയ ഷിർക്ക് എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആരാധനയിലോ അല്ലെങ്കിൽ അവന്റെ അസ്തിത്വത്തിലോ വാജിബുൽ വജൂദ് എന്നാണല്ലോ, അതായത് അസ്തിത്വം നിർബന്ധമാകുന്ന അർത്ഥത്തിലായിരിക്കും ഉലൂഹിയത്തിൽ, അല്ലെങ്കിൽ ആരാധനയ്ക്ക് അർഹനുണ്ട് എന്നുള്ള ഉലൂഹിയത്തിൽ പങ്കുകാരനെ വിശ്വസിക്കുക എന്നുള്ളതാണ് ഷിർക്ക്. നമ്മുടെ മഹാന്മാരായ ഉലമാവൊക്കെ വിശദീകരിച്ചത് അങ്ങനെയാണ്. ഇത് ജലിയ ഷിർക്കാണ്. അല്ലെങ്കിൽ ഖഫിയ ഷിർക്ക്, മുല്ലാഹി കാര്യത്തിൽ വിശദീകരിച്ചത് ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഐ ജലിയൻ ഔ ഖഫിയൻ എന്ന് വിശദീകരിച്ചത്. ജലിയ ഷിർക്കും ഒഴിവാവണം. ജലിയ ഷിർക്കും ഏതാ ഒഴിവാണ്? മുസ്ലിം ആണെങ്കിൽ തന്നെ ജലിയ ഷിർക്കും ഒഴിവാവണം. അപ്പൊ ഷിർക്ക് വിശ്വാസമുള്ള ഒരാൾ ഉദ്ധരിച്ച ഹദീസ് എന്നല്ല സ്വീകാര്യമല്ല. ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക ഈ വിഷയം. ആ ഷിർക്ക് ജലിയ ഷിർക്കും പാടില്ല, ഖഫിയ ഷിർക്കും പാടില്ല. ജലിയ അത് എന്നാൽ പരസ്യമായിട്ട് തന്നെ അല്ലാഹു അല്ലാത്തവർക്ക് ആരാധന അർഹതയുണ്ടെന്ന് വിശ്വസിക്കുക എന്ന് പറയുന്ന ഷിർക്ക്. അല്ലെങ്കിൽ ഖഫിയ ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അമലുകളിലൊക്കെ ഉണ്ടാവുന്ന ഷിർക്കുണ്ടല്ലോ, നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ തന്നെ മറ്റൊരാൾ കൂടി കാണട്ടെ എന്ന് തോന്നുമ്പോൾ എന്താ അതിൽ അറിയാതെ ഒരു ഷിർക്ക് വരുന്നത്.
ഖഫിയ ശിർക്ക് എന്ന് പറയുന്നത് റിയാ, ലോകമാന്യത. നമ്മൾ അമലി ചെയ്യുമ്പോൾ അതാണ് പിന്നെ അമലി അജലിനാസി ശിർക്കുൻ തർക്കു ലിന്നാസി ദാക ഹുവ റിയാ സബഹില ബഹുമാനപ്പെട്ട സയ്യിദ് മഖ്ദൂം തങ്ങളുടെ റിയായിൽ പറഞ്ഞു എന്താണ് ജനങ്ങൾക്ക് വേണ്ടി അമലിയ എന്നുള്ളത് ശിർക്കാണ്. അതായത് ശിർക്ക് ഖഫിയ ശിർക്ക്, മനസ്സിലായില്ലേ? ഖഫിയ ശിർക്കാണ്. ആരാധന ജനങ്ങൾക്ക് വേണ്ടി ആരാധിക്കുന്നത്, പക്ഷെ ജനങ്ങൾ കാണണം എന്നുള്ള ആഗ്രഹം അത് കടന്നുകൂടിയാണ്. അപ്പൊ എന്താ റിയാ വന്നു, അതെന്താണ് റിയാ വിധത്തിലുള്ള ഒരു ഖഫിയായ ശിർക്ക് തന്നെയാണ്. അപ്പം പരസ്യമായി അല്ലാഹു അല്ലാത്തവർക്ക് ആരാധന കരുതുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ജലിയ ശിർക്കുന്നതും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള റിയാ പോലുള്ളതായിരിക്കുന്ന പിന്നെ നമ്മളറിയാതെ നമ്മുടെ അമലുകളെ ബാത്തിലാക്കുന്നതായ ശിർക്കിൽ നിന്ന്, അതായത് ശിർക്ക് സഹീറിൽ നിന്നൊക്കെ പറയാം. ശിർക്ക് സഹീറിൽ നിന്ന് ശിർക്ക് ഖഫീയിൽ നിന്നും ഈ റാബി എന്ത് ചെയ്യണം, അധികരിക്കുന്ന ആള് മുക്തനായിരിക്കണം. ഔ ഫിസ്കിൻ, അല്ലെങ്കിൽ ഫിസ്ക് നമ്മൾ പറഞ്ഞു വാജിബിനെ ഉപേക്ഷിക്കാതെ ഹറാമാകാരത്തെ ഉപേക്ഷിക്കാം. ഔ ബിദ്അത്തിൻ, അല്ലെങ്കിൽ ബിദ്അത്തിന് മുക്തമായിരിക്കും. ഏത് ബിദ്അത്ത്? എല്ലാ ബിദ്അത്തും അല്ല. ഔ ബിദ്അത്തിൻ ഐ മുകഫിറത്തിൻ ഔ ദാഇയത്തിൻ മിൻ സാഹിബിഹാ ഇലാ മദ്ഹബിൽ ഫാസിദി എന്ന് മുല്ലാഹിൽ കാര്യം വിശദീകരിക്കുന്നുണ്ട്. ബിദ്അത്ത് നഷ്ടപ്പെടാൻ പറഞ്ഞതാണ്. അതായത് ബിദ്അത്ത് രണ്ട് തരമുണ്ട്. കുഫറിലേക്ക് എത്താത്ത വിധേയത്വമുണ്ട്, അതുപോലെ തന്നെ കുഫറിലേക്ക് എത്തിക്കുന്ന വിധേയത്വമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കയ്യും കാലും ഒക്കെ ഉണ്ട്, അള്ളാഹു തആലക്ക് പിന്നെ കൈയുണ്ട് കാലുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന അത് എന്താകുന്നു കുഫറിലേക്ക് എത്തുന്നില്ലാത്ത, മനസ്സിലായില്ലേ? അത് നമ്മളെപ്പോലെ ആയിരിക്കുന്ന കയ്യും കാലും ഒക്കെ ഉണ്ട്, ജിസ്മുണ്ട്, അള്ളാഹു തആലക്ക് ജിസ്മുണ്ട്, അള്ളാഹു തആല കയ്യുണ്ട് കാലും, നമ്മളെപ്പോലെ കയ്യും കാലും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവൻ ഉണ്ടാകുന്നു യഥാർത്ഥത്തിൽ അവന് അത് കുഫറായ വിശ്വാസമാണ്. ആ വിശ്വാസം എന്താണ്? പിന്നെ അവന് അത്തരത്തിലുള്ള ഒരാൾ ഉദ്ധരിച്ച ഹദീസ് സ്വീകരിക്കില്ല, അത് കുഫറിലേക്ക് എത്തുന്നതായിരിക്കും. അല്ല അള്ളാഹു തആലക്ക് ഒരു സ്ഥലമാണ്, അള്ളാഹു തആല സ്ഥലത്തിന് ഉപവിഷ്ടനായിരിക്കുകയാണ്, ഇങ്ങനെയുള്ളതായിരിക്കുന്ന രീതിയിലേക്ക് വിശ്വസിക്കുന്ന കുഫറിലേക്ക് എത്തുന്ന വിധത്തിൽ തന്നെയാണ് തന്നത്. അല്ലെങ്കിൽ അത്തരം അവന്റെ വേച്ച വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്നവനാണ്, അതിലേക്ക് ആളുകളെ പിന്നെ പ്രബോധനം ചെയ്യുന്നവനായിരിക്കും ആ വിധത്തുകാരൻ ആവാൻ. അത്തരത്തിലുള്ള വിധത്തുകാരൻ ഹദീസ് രക്ഷപ്പെട്ടത് അത് അങ്ങനത്തെ വിധത്തിലാവാൻ പാടില്ല. പിന്നെ നമ്മൾ വിദേഹത്തുകാരനാവാൻ പാടില്ല എന്ന് പറഞ്ഞത് കാഫറാക്കുന്ന വിദേഹത്താണ് ഉദ്ദേശിച്ചത്. അല്ലാത്ത വിദേഹത്തുകാരും ഉണ്ടാവുന്നത് റാബികൾ ഉണ്ടാവുന്ന ചില റാബികളെ കുറിച്ചൊക്കെ തന്നെ ഇപ്പം ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ ഉള്ളത് സഹീന്റെ റിജാലിൽ സഹീന്റെ നിവേദകന്മാരിൽ തന്നെ നാസിബിയാണെന്നും റാഫിദികളാണെന്നും ആക്ഷേപിക്കപ്പെട്ടവരുണ്ട്. അപ്പോ പിന്നെ റാഫിദിയാണെന്ന് പറയുന്നത് മാത്രം ഉണ്ടാവില്ല ഒരാൾ അയോഗ്യനാവില്ല, ഹദീസ് ഉദ്ധരിക്കാൻ അയോഗ്യനാവില്ല. അയാളുടെ ആ വിശ്വാസത്തിൽ കുഫറിലേക്ക് ചേർക്കുന്ന പിന്നെ പുത്തൻ വിശ്വാസമുണ്ടെങ്കിലാണ് അയാൾ അയോഗ്യനായിരിക്കുക. അതുപോലെ നുസൂബ് നാസിബിയാണ്, പിന്നെ അഹ്ലുബൈത്തിനോട് ശത്രുത വെച്ച് പുലർത്തുന്ന ചില റാവികളെ കുറിച്ച് ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല, മനസ്സിലായില്ലേ? പക്ഷേ കുഫറിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ബിദ്അത്തോ ജലിയായോ ഖഫിയോ അതായിരിക്കുന്ന ശിർക്കോ ഉള്ളവനാൻ പാടില്ല. ഇതാണ് തഖ്വ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെ അപ്പോ തഖ്വ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി, തഖ്വ എന്ന് പറഞ്ഞാൽ ശിർക്കിൽ നിന്ന് ഒഴിവായിരിക്കുക, ചെറിയ ശിർക്കിൽ നിന്നും വലിയ ശിർക്കിൽ നിന്നും. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കൽപ്പന എന്ത് ചെയ്യണം, കൽപ്പനകളൊക്കെ എടുക്കുന്നവനായിരിക്കണം, നിരോധിച്ച കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നവനായിരിക്കണം. അതുപോലെ തന്നെ ശുബ്ഹാത്തുകൾ കറാഹത്തുകളൊക്കെ ഒഴിവാക്കണം. അതൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. തഖ്വ എന്ന് പറഞ്ഞാൽ ശിർക്ക് നിന്നും ഒഴിവാക്കുക, ഫിസ്കിൽ നിന്നും ഒഴിവാക്കുക. ഫിസ്ക് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഹറാമായ കാര്യങ്ങൾ പ്രവർത്തിക്കുക, വാജിബിനെ ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ നിരോധിച്ച കാര്യങ്ങളൊക്കെ അപ്പൊ അത്ര ഫിസ്കിൽ നിന്ന് രക്ഷപ്പെടണം. പിന്നെ അതുപോലെ തന്നെ കറാഹത്തായിരിക്കുന്ന കാര്യങ്ങളും ഹറാമാണോ ഹലാലാണോ എന്ന് വ്യക്തമായി തിരിയാത്ത ശുബ്ഹാത്തുണ്ടല്ലോ, അത്തരം വസ്തുക്കളൊക്കെ ഒഴിവാക്കുന്നവനായിരിക്കണം. അതുപോലെ അനുവദനീയമായിരിക്കുന്ന ശഹവത്തുകളൊക്കെ ഒഴിവാക്കണം. ഇതൊക്കെ ബന്ധപ്പെട്ട തഖ്വയിൽപ്പെട്ട തന്നെയാണ്. ഇത്തരം നിബന്ധനകളൊക്കെ പറയുന്നുണ്ട്. അനുവദനീയം മുബാഹാണെങ്കിൽ പോലും ശഹവാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ അവന്റെ മൊത്തം എല്ലാ അവസ്ഥയിലും അശ്രദ്ധയെ ഒഴിവാക്കുക, ഗഫലത്തില്ലാത്തവനായിരിക്കുക. അതായത് സാധാരണ ശറഇൽ മോശമായിട്ട് പിന്നെ പറയപ്പെടുന്നതായ കാര്യങ്ങളൊക്കെ അവൻ എന്ത് ചെയ്യണം, മൊത്തത്തിൽ സൂക്ഷ്മത ഉള്ള ജീവിതമായിരിക്കണം അവൻ നയിക്കേണ്ടത് എന്നർത്ഥം. അതാണ് തഖ്വ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ മുറുവത്ത് വളർന്നാൽ, ഈ മുറുവത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാണ് മാനുഷിക മൂല്യങ്ങൾ, അതായത് ഉന്നതമായിരിക്കുന്ന മാനുഷിക ഗുണങ്ങൾ ആർജിച്ചവൻ എന്നാണ് മുറുവത്തുള്ളവൻ എന്നുകൂടെ നമ്മൾ സാധാരണ മലയാളത്തിൽ നമ്മൾ പറയാറുള്ളത്. എന്താണ് ഉന്നതമായിരിക്കുന്ന മാനുഷിക മൂല്യങ്ങൾ ആർജിക്കുക എന്ന് പറഞ്ഞാൽ അത് മുല്ലാഹിൽ ഖാരി റഹ്മത്തുള്ളാഹി പറയുന്നു, കമാലുൽ ഇൻസാനി മിൻ സിദ്ഖിൽ ലിസാനി, മനുഷ്യന്റെ പൂർണ്ണതകളാണ്. ഏതൊക്കെയാണത്? സത്യസന്ധത, സിദ്ഖുൽ ലിസാൻ സത്യം പറയുക. അതുപോലെ വഹ്തിമാലി അഫറാത്തിൽ ഇഖ്വാനി, നമ്മുടെ കൂട്ടുകാരുടെ പ്രേമങ്ങളൊക്കെ എന്ത് ചെയ്യുക, സഹിക്കാനുള്ളതായിരിക്കുന്ന ശക്തിയുള്ളവൻ. അതുപോലെ ബദറുൽ ഇഹ്സാനി ഇലാ അഹ്ലി സമാനി വകഫിൽ അദാനിൽ ജിറാനി, നമ്മുടെ നാട്ടുകാർക്ക് നമ്മുടെ സമകാലികൾക്ക് ചെയ്യുന്ന നന്മ ചെയ്തു കൊടുക്കുക. അയൽവാസികൾക്ക്, നമ്മൾ കൂടെ താമസിക്കുന്നവർക്ക് അയൽവാസികൾക്ക് തന്നെ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കുക, ബുദ്ധിമുട്ടുകൾ അവരൊന്നും ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ഇതൊക്കെ തന്നെ ഇതിൽപ്പെടും, ഉരുവത്തിൽപ്പെടും. ചില വേറെ അഭിപ്രായം എന്താണ്, അവനെ പോലുള്ള ആളുകളുടെ സ്വഭാവം കൊണ്ട് സ്വഭാവമുള്ളവനായിരിക്കും. എന്നുവെച്ചാൽ അവന്റെ നടത്തത്തിലും അതുപോലെ അവന്റെ പിന്നെ അടക്കത്തിലും അവന്റെ വസ്ത്രധാരണയിലും നടത്തത്തിലും എല്ലാറ്റിലും തന്നെ നല്ല നല്ല ഉത്തമ ഗുണങ്ങൾ മേളിച്ച രീതിയിൽ ഉള്ളവനായിരിക്കുക എന്നാണ്. അപ്പൊ പിന്നെ വേറെ കിതാബിലൊക്കെ കാണാം, മുറുവത്തിനെതിരായ പ്രവർത്തനത്തിന്റെ ഊറക്കിടുന്ന പണി എടുക്കുന്നവൻ മുറുവത്തിനും നിരക്കാത്ത പണിയാണ് ഊറക്കിടുന്നവൻ. അതുപോലെ പിന്നെ ഈ ഹിജാമത്ത്, ഈ കൊമ്പ് വെക്കാന്നുണ്ട്, കൊമ്പ് വെക്കാന്നുള്ളത്, ഈ കൊമ്പ് വെക്കുക എന്ന് പറയുന്ന ആ പണി മുറുവത്തിന് എതിരായിട്ട് ചില കിതാബിലൊക്കെ കാണുന്നതാണ്. അതുപോലെ ചെരുപ്പ് തൂറ്റുന്നില്ല എന്നുള്ള പണികൾ, ഇതൊക്കെ എന്താണ്, അതൊക്കെ അത്യാവശ്യ ഘട്ടത്തിൽ ചെയ്യേണ്ടി വരും. ഇതൊക്കെ സാധാരണഗതിയിൽ അനുയോജ്യമല്ലാത്ത പണി. അതുപോലെ വഴിയിൽ മൂത്രിക്കുക, ഒന്ന് വഴിയിലൊക്കെ മൂത്രിക്കുന്നവനാകുന്ന അന്തസ്സിന് വിരുദ്ധമായ പ്രവർത്തനമാണ്.
അതുപോലെ തന്നെ മോശമായിരിക്കുന്ന അങ്ങാടിയിലൊക്കെ അങ്ങാടി പിള്ളേരുടെ കൂടെ സഹവാസം കെട്ടി നടക്കുക, ഇതൊക്കെ മുന്നോത്തിന് വിരുദ്ധമായ പ്രവർത്തനമാണ്. അല്ലെങ്കിൽ കളിക്കാൻ പോവുക, പരസ്യമായിട്ട് ഫുട്ബോളുകളി മറ്റുകളിയൊക്കെ. അപ്പൊ ഇതൊന്നും അല്ല ഒരു ഹദീസിന്റെ വേദകന്മാർക്ക് ഒരു അവസ്ഥയോട് യോജിക്കുന്ന അന്തസാർന്ന പ്രവർത്തനങ്ങളല്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുക, ഒഴിവാക്കി അത് മുറുകത്തുള്ളവനായിരിക്കണം. അതുപോലെ ഷിർക്ക്, ഫിസ്ക്, ബിദ്അത്ത് പോലെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ രക്ഷപ്പെട്ടുകൊണ്ട് എന്തായിരിക്കണം, അവൻ തഖ്വയോടുകൂടി ജീവിക്കുന്നവരുമായിരിക്കണം. അതാണ് അതിലിന്റെ അർത്ഥം. അപ്പൊ ഇൻഷാ അല്ലാഹ് പിന്നെ ദുഹ്റാൻ കൊടുത്ത് ഇനി ദുഹ്സ്കാരം കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി അരിവിന് ശേഷം രാത്രി എന്ത് ചെയ്യുക, അതിന്റെ ബാക്കി ഭാഗം നമ്മൾ പൂർത്തീകരിക്കാം. ഞാനിവിടെ ഉദാഹരണങ്ങൾ പറഞ്ഞു, ഹദീസിന്റെ ഉദാഹരണത്തിലേക്ക് ഞാൻ കണ്ടിട്ടില്ല. ഹദീസിന്റെ ഉദാഹരണ സഹിതം പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ വ്യക്തമാകുക. ഞാൻ അതിന്റെ നിർവചനങ്ങളും അതിന്റെ വിശദീകരണം മാത്രമേ നൽകിയിട്ടുള്ളൂ, അതിനെ പൂർത്തിയായിട്ടില്ല. അതിനെ കുറിച്ചുള്ള ചർച്ച മാത്രമാണ്. മൊത്തത്തിൽ അതിന് ചെറിയ വിശദീകരണം ആദ്യം നൽകിയെങ്കിലും അതിൽ എന്ന് പറഞ്ഞതിലുള്ള പ്രത്യേകമായ വിശദീകരണമാണ് ഞാൻ നൽകിയിരിക്കുന്നത്. അതിലാവുന്ന ശിർക്കുള്ള അപ്പം എന്തായി നമ്മുടെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഹദീസുകളിൽ നമ്മുടെ പിന്നെ വഹാബികൾക്കൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. മുഹമ്മദ് ബിൻ മുൻകദിർ എന്ന് പറയുന്ന താബി പണ്ഡിതൻ മഹാനാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ കൊണ്ട് ഇസ്തിഗാസ ചെയ്യുന്ന ആളായിരുന്നു എന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെ കുറിച്ചിടത്തോളം, അതായത് ആരെ ഈ വഹാബികളെ കുറിച്ചിടത്തോളം ബുഖാരി ഇമാമിന്റെ ഉസ്താദായിരിക്കുന്ന മുഹമ്മദ് ബിൻ മുൻകദിർ എന്നിവരുടെ 200ഓളം ഹദീസുകൾ സ്വീകരിക്കാൻ പറ്റില്ല. ബുഖാരി ഇമാമിന് സ്വീകരിക്കാൻ പറ്റുന്നതുകൊണ്ട് ആ ഉസ്താദ് ശിർക്ക് കാണാതെ ആ ഉസ്താദിനെ സിഖത്തായിട്ട് അംഗീകരിച്ച ആളാണല്ലോ ബുഖാരി ഇമാമ്. അപ്പോ അത് ശിർക്കല്ല എന്നാണ് ഇവരൊക്കെ മനസ്സിലാക്കിയത്. അപ്പോ പിന്നെ അതെന്താണ് ശിർക്കായിട്ട് അംഗീകരിക്കുക എന്നുള്ളത് വലിയ പാടില്ലാത്തതാണല്ലോ. അപ്പോൾ ആരും മുൻകഴിഞ്ഞ മഹാന്മാരിലെ ഒരൊറ്റ ആളും തന്നെ ഇവരുടെ വിഷയത്തിൽ ഇവരുടെ പുതിയ നിർവചനം അനുസരിച്ചുകൊണ്ട് ഷിർക്കിന്റെയും തൗഹീദിന്റെയും അതുപോലെ വിദ്യത്തിന്റെ നിർവചനം അനുസരിച്ചുകൊണ്ട് ഒരൊറ്റ യോഗ്യവാനായിരിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക ഇതിന്റെ വരികൾക്കിടയിൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. രാത്രിയോ അല്ലെങ്കിൽ നാളെ നമുക്ക് ഭാഗം ശരിയാക്കാമെന്ന് അറിയിക്കുന്നു. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.